നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF തുടക്കത്തിലെ പാളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നു. UDFിൽ ഇപ്പോൾ സർവത്ര ആശയക്കുഴപ്പമാണെന്നും തെരഞ്ഞെടുപ്പിൽ അവർക്ക് വ്യക്തമായ മുദ്രാവാക്യങ്ങളില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ എന്ന ആശയത്തോട് കോൺഗ്രസിന് യോജിപ്പില്ല. അവർ അന്നുമെന്നും പെൻഷനെ അവഹേളിക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. പെൻഷൻ ഏർപ്പെടുത്തിയത് LDF സർക്കാരാണെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കുടിശ്ശിക മുഴുവൻ ഇടത് സർക്കാരാണ് കൊടുത്തു തീർത്തതെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. മൂന്നാം തുടർഭരണം എന്നത് അനിവാര്യമായ ഒന്നാണ്. ആര് വിചാരിച്ചാലും അതിന് തടയിടാനാകില്ല. UDF ഉയർത്തിക്കൊണ്ടുവന്ന പെൻഷൻ കണക്ക് എവിടെ പോയെന്നും ആരെ കബളിപ്പിക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നതെന്നും CPIM ചോദിക്കുന്നു. ജനങ്ങൾ ഇത് കാണുകയും മനസ്സിലാക്കുന്നുണ്ടെന്നും CPI പറയുന്നു. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് എണ്ണി ക്ഷേമ പെൻഷനിലെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ കണക്കുകളെ പ്രതിരോധിക്കാതെ പിൻവാങ്ങിയ UDF നേതാക്കൾ കണ്ടം വഴി ഓടിയെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ തെളിവുകൾ നിരത്തി CPIM പെൻഷനിലെ സത്യാവസ്ഥ വിശദീകരിച്ചപ്പോൾ ജനത്തിനും കാര്യങ്ങൾ ബോധ്യമായി. ഇനി എന്ത് നുണപ്രചാരണവുമായി നേരിടാമെന്ന ആലോചനയിലാണ് UDF. ഈ സർക്കാർ തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. സംസ്ഥാനത്ത് വലിയ വികസന മുന്നേറ്റമുണ്ടായി. നിലമ്പൂർ മണ്ഡലത്തിലടക്കം വലിയ വികസനം വന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇടതു സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ദേശീയപാത യാഥാർത്ഥ്യമാകില്ല എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അതോടൊപ്പം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട LDFിനെതിരെ കോൺഗ്രസ് നടത്തുന്ന വ്യാജപ്രചാരണങ്ങൾക്കെതിരെയും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. മലപ്പുറം ജില്ലയ്ക്കെതിരെ പ്രചാരണം നടത്തിയവർ കോൺഗ്രസ് ആണ്. ജനസംഘവുമായി ചേർന്ന് കോൺഗ്രസ് വലിയ പ്രചാരണം നടത്തി. അന്ന് മലപ്പുറം ജില്ല കുട്ടി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് അവരാണ് പുതിയ ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഇടതുപക്ഷത്തിന്റെ നിശ്ചയദാർഢ്യം കാരണമാണ് മലപ്പുറം ജില്ല തന്നെ ഉണ്ടായത്. M സ്വരാജിനെ കേരളം ഒന്നാകെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും കാണാൻ സാധിക്കുന്നത്. ജനങ്ങളിൽ വലിയ ആവേശമാണ് ഇതുണ്ടാക്കുന്നത്. ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് പാർട്ടി നിയോഗിച്ചതെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ ദുർബലന്റെ മുഖത്ത് തുപ്പുകയാണെന്ന് പ്രചരണ വേളയിൽ വിജയരാഘവൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചിലർ വിഷം കലർത്താനാണ് ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിന്റെ നേട്ടം പറഞ്ഞുമാണ് LDF വോട്ട് നേടുന്നതെന്ന് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വാക്കുകൾ.